നമസ്കാരം. രാഷ്ട്രീയക്കാരെയും മാധ്യമപ്രവർത്തകരെയും എന്തിനേറെ പരിസ്ഥിതി പ്രവർത്തകരെയും വരെ മാസപ്പടി കൊടുത്ത് മയക്കി നമ്മുടെ നാടിനെ 2 പതിറ്റാണ്ടിലേറെയായി നശിപ്പിച്ചുകൊണ്ടിരുന്ന CMRL എന്ന കരിമണൽ കമ്പനി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ തായ്ക്കണ്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി 14 തവണയാണ് കേരളത്തിനകത്തും പുറത്തും വിവിധ കോടതികളെ സമീപിച്ചത്. കേരള ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലുമൊക്കെയായി പലതവണ കേസുകൾ കൊടുത്ത് പല തടസ്സവാദങ്ങൾ ഉന്നയിച്ച് വീണ വിജയൻ ഉൾപ്പെട്ട അന്വേഷണ കേസ് പരമാവധി വൈകിപ്പിച്ചു. പക്ഷെ ഒടുവിൽ ഒരു ദിവസമുണ്ടായി. വീണ വിജയനെതിരെയുള്ള അന്വേഷണത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും നീക്കപ്പെട്ടു. വീണ വിജയന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാട് കേസിൽ സമൻസ് അയച്ചു. സമൻസ് കൈപ്പറ്റിയ വീണ വിജയൻ ഒഴിഞ്ഞു മാറാൻ വേണ്ടി അനാരോഗ്യം അഭിനയിച്ചു. പക്ഷെ വീണ്ടും ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത സമൻസ് എത്തി. മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് വീട്ടിൽ കയറി ED അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്ന് പേടിച്ച് വീണ വിജയൻ നിയമത്തിന് മുൻപിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു. CPM നേതാക്കളും CPM ഭരിച്ചിരുന്നപ്പോൾ മന്ത്രിമാരായിരുന്നവരുമൊക്കെ ഒളിച്ചും പാത്തുമൊക്കെ ED ഓഫീസിൽ കയറിപ്പോകുന്നത് പതിവായതുകൊണ്ട് തന്നെ ഇന്ന് നേരം വെളുക്കുന്നതിന് മുൻപ് മാധ്യമങ്ങൾ ക്യാമറകളുമായി ED ഓഫീസിന് മുമ്പിൽ തമ്പടിച്ചിരുന്നു. 9 മണിയോടുകൂടി വലിയ പോലീസ് സന്നാഹവും അവിടെ എത്തി. 11 മണിക്കാണ് വീണ വിജയനോട് ED ഓഫീസിൽ എത്താൻ അറിയിച്ചത്. 100 കണക്കിന് ചാനൽ ക്യാമറകളുടെയും അനേകം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും നടുവിലേക്ക് വീണ വിജയൻ ഒടുവിൽ വന്നെത്തി. വീണയുടെ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതുകൊണ്ട് തന്നെ ED ഓഫീസിൻ്റെ മുറ്റത്തേക്ക് വീണയുടെ വാഹനത്തിന് പ്രവേശനമുണ്ടായിരുന്നില്ല. ED ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിന് ഏതാണ്ട് 100 അടി അപ്പുറം ED ഓഫീസിന് മുമ്പിലൂടെ കടന്നു പോകുന്ന റോഡരികിൽ അനേകം ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ വീണ വിജയൻ മറ്റൊരു നിവൃത്തിയുമില്ലാതെ വന്നിറങ്ങി. ഒരു പുതിയ ഇന്നോവ ഹൈക്രോസ് കാറിലായിരുന്നു വീണയും ഭർത്താവ് മുഹമ്മദ് റിയാസും ED ഓഫീസിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഡ്രൈവറെ കൂടാതെ മറ്റൊരു സഹായി കൂടി മുമ്പിലുണ്ടായിരുന്നു. ആ കാറിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പരിവാഹൻ സൈറ്റിൽ തപ്പിയപ്പോൾ ഇതുവരെ അതിൽ ആഡ് ചെയ്തിട്ടില്ല. അത്രയും പുതിയൊരു കാറാണ്. ഇതുവരെ അതിൻ്റെ വിശദാംശങ്ങൾ പോലും ഓൺലൈനിൽ ലഭ്യമല്ല. ആ കറുത്ത കാറിൽ നിന്നും വീണ വിജയൻ മാത്രമാണ് വെളുത്ത ചുരിദാർ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. കറുത്ത മാസ്ക് ധരിച്ചിരുന്നു, മുഖം പരമാവധി മറയ്ക്കാൻ. ചാനൽ ക്യാമറകളുടെ മുഖത്തേക്ക് നോക്കാതെ പോലീസ് ഒരുക്കി കൊടുത്ത വഴിയിലൂടെ വീണ വിജയൻ നെഞ്ചിടിപ്പോടുകൂടി ED ഓഫീസിന് മുമ്പിലേക്ക് സാവകാശം നടന്നുപോയി. ചാനൽ ക്യാമറകളിൽ കുറച്ച് വീണ വിജയന്റെ പിന്നാലെ പോയപ്പോൾ മറ്റുള്ളവർ ശ്രമിച്ചത് മുഹമ്മദ് റിയാസ് എന്ത് ചെയ്യുന്നു എന്നറിയാനാണ്. റിയാസിനോട് അഭിപ്രായം ചോദിക്കാൻ ചില ശ്രമങ്ങൾ നടന്നെങ്കിലും റിയാസ് കാറിന്റെ ഗ്ലാസ് പോലും താഴ്ത്തിയില്ല. നിമിഷങ്ങൾക്കകം കാർ അവിടെ നിന്ന് തിരിച്ച് റിയാസിനോടൊപ്പം മടങ്ങി. എന്ന് വെച്ചാൽ വീണയെ ചോദ്യം ചെയ്യാൻ കൊണ്ടിട്ടു കൊടുത്തിട്ട് റിയാസ് മുങ്ങി എന്നർത്ഥം. എത്ര മണിക്കൂർ ചോദ്യം ചെയ്യൽ നീളുമെന്ന് റിയാസിനൊരു നിശ്ചയവുമില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം പുറത്തു നിൽക്കുന്നത് ഭംഗിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് റിയാസ് സ്ഥലം വിടുകയായിരുന്നു. വീണയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ വേണ്ടി ചിലരെ ED ഓഫീസിൻ്റെ പരിസര പ്രദേശത്ത് നിർത്തിയിട്ടുണ്ട് എന്ന് വീണയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു. എന്നാൽ അങ്ങനെ ബന്ധപ്പെടാനുള്ള സാഹചര്യമൊന്നും അവിടെ ഇല്ല എന്നതാണ് വാസ്തവം. വമ്പൻ പോലീസ് സന്നാഹമായിരുന്നു വീണയ്ക്ക് ചുറ്റുമൊരുക്കിയത്. പക്ഷെ പോലീസിന് പോലും ED ഓഫീസിൻ്റെ പ്രവേശനവാതിൽ വരെ മാത്രമേ പ്രവേശനമുള്ളൂ. അവിടെ മുതൽ അങ്ങോട്ട് യന്ത്രത്തോക്കേന്തിയ CRPFൻ്റെ കാവലാണ്. ED ഓഫീസിനകത്തേക്ക് കയറിയ വീണയുടെ മേൽ സൂം ചെയ്ത് ചാനൽ ക്യാമറകൾ ചില കാഴ്ചകൾ കൂടി കാണിച്ചു. അവിടെയുള്ള സന്ദർശക രജിസ്റ്ററിൽ പേരെഴുതി ചേർത്ത വീണയെ ED വിളിപ്പിക്കുന്നവർ വന്നിരിക്കേണ്ട ഏതാണ്ട് പുറത്ത് തന്നെയുള്ള ഹാളിലേക്ക് മാറ്റി. അവിടെയാണ് ഇപ്പോൾ വീണ ഇരിക്കുന്നത്. എപ്പോൾ വീണയെ ചോദ്യം ചെയ്യാൻ വിളിക്കും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. 11 മണിക്ക് ഹാജരാവാൻ പറഞ്ഞു എന്നതുകൊണ്ട് 11 മണിക്ക് വിളിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ വീണയുടേത് ഒരു ഹൈ പ്രൊഫൈൽ കേസായതുകൊണ്ട് 11 മണിക്ക് തന്നെ വിളിച്ചേക്കും എന്ന റിപ്പോർട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വീണ വിജയൻ തൻ്റെ മൊബൈൽ ഫോൺ അവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ഏൽപ്പിച്ചതിന് ശേഷം ദേഹപരിശോധനയ്ക്ക് വിധേയയായി മാത്രമാണ് അകത്തേക്ക് കയറി പോവുക. മണിക്കൂറുകൾ നീണ്ട ചോദ്യമുനയ്ക്ക് മുമ്പിൽ വീണയ്ക്ക് വിയർക്കേണ്ടി വരും എന്ന് തീർച്ചയാണ്. കാരണം ഈ കേസിൽ അത്രമാത്രം താല്പര്യത്തോടെയാണ് ED ഇടപെടുന്നത്. മാത്രമല്ല, ഒരു സാക്ഷിയെ വിളിക്കുന്നത് പോലെയല്ല വീണയെ വിളിച്ചിരിക്കുന്നത്. സെക്ഷൻ 50 എന്ന ജുഡീഷ്യറി അധികാരമുള്ള സമൻസ് ആണ്. ED അന്വേഷണവുമായി മുമ്പോട്ട് പോകാം എന്ന് കോടതി ഉത്തരവിട്ടതിന് ശേഷം പല റെയ്ഡുകളും നടത്തിയതിൻ്റെ കൂടെ ചോദ്യം ചെയ്യലും തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ED ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യുന്നത് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രമുഖരെയാണ്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും പ്രധാന ഉടമയുമായ ശശിധര കർത്തയ്ക്ക് എന്തുപറ്റിയെന്ന് നിശ്ചയമൊന്നുമില്ല. കർത്തയെ ഈ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തതായി റിപ്പോർട്ടില്ല. എന്നാൽ മിനിഞ്ഞാന്ന് ശശിധര കർത്തയുടെ മകൾ ഷൈബി കർത്തയെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ മകൻ ശരൺ എസ് കർത്തയെയും
ഭാര്യ ജയ കർത്തയെയും ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലുകളിലൊക്കെ ശേഖരിച്ച വിവരങ്ങൾ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട്. കർത്തയുടെ മകൾ ഷൈബയും വീണ വിജയനും തമ്മിൽ അടുത്ത സൗഹൃദമായിരുന്നു എന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഷൈബിയെ ആദ്യം ചോദ്യം ചെയ്തത്. ഷൈബി പറഞ്ഞ ഉത്തരങ്ങളൊക്കെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യുക. ഏതാണ്ട് 134 രേഖകൾ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് SFIO ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. ആ രേഖകൾ EDക്ക് വിട്ടുകൊടുക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഈ ദിവസങ്ങളിൽ അതുകൂടി ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ ഇന്നുകൊണ്ട് അവസാനിക്കുകയില്ല. ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ആദ്യം ചോദിക്കുക. ഏതാണ്ട് 2,88,00,000 രൂപ വീണ വിജയൻ അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയിട്ടുണ്ട് മാസപ്പടിയായി. അതുകൂടാതെ 50 ലക്ഷം രൂപ വീണയ്ക്ക് കർത്തയും ഭാര്യയും ഉടമകളായിട്ടുള്ള ഒരു ലോൺ കമ്പനിയും കൊടുത്തിട്ടുണ്ട്. ആ പണം തിരിച്ചടച്ചത് അവർ കൊടുത്ത പണം കൊണ്ടാണ് താനും. ഈ ഇടപാടിനെ കുറിച്ചായിരിക്കും ആദ്യത്തെ ചോദ്യം ചെയ്യൽ. എന്നാൽ അതിനപ്പുറത്തേക്ക് കള്ളപ്പണ ഇടപാട് അന്വേഷണമായതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് 2019 പിടിച്ചെടുത്ത കർത്തയുടെ ഏതാണ്ട് 700 പേജുള്ള മാസപ്പടി ഡയറിയിലെ പേര് വിവരങ്ങളെക്കുറിച്ച് ചോദ്യമുണ്ടാവും. അടിസ്ഥാനപരമായി കേസന്വേഷണം നീളുന്നത് വീണ വിജയനിലൂടെ പിണറായി വിജയനിലേക്ക് തന്നെയാണ്. പിണറായി വിജയൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അധികാര ദുർവിനിയോഗം ചെയ്ത് കള്ളപ്പണ ഇടപാട് നടത്തി എന്ന നിലയിലേക്ക് കേസുകൾ മാറും. അതിന് തുടക്കം മാത്രമാണ് വീണയ്ക്കുള്ള നോട്ടീസും വീണയെ പ്രതിയാക്കിയുള്ള നീക്കവും. ഇന്ന് വൈകുന്നേരം വരെ ചോദ്യം ചെയ്യൽ തുടരുമെന്നും അതിനുശേഷം വിട്ടയക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. എന്നാൽ വീണ്ടും വരും ദിവസങ്ങൾ വീണയെ ചോദ്യം ചെയ്യാൻ വിളിക്കും. പലതവണയായി 3-4 ദിവസം വീണ വിജയനെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് മാസപ്പടി വാങ്ങിയതിന്റെ പേരിൽ മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ മകളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുന്നത്. വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം തന്നെ ദുരൂഹമാണെന്നും കരിമണൽ കർത്തയമേ നടത്തിയതുപോലെ ഏതാണ്ട് 135 വ്യാജ ഇടപാടുകൾ, മാസപ്പടി ഇടപാടുകൾ വീണ നടത്തിയിട്ടുണ്ട് എന്നും പ്രാഥമിക അന്വേഷണത്തിൽ ED കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളും ആ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും. ആരും അറിയാത്ത ഇത്തരം പല സ്ഥാപനങ്ങൾക്കും ED നോട്ടീസ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ അധികം ആരും അറിയാതെ അവിടെ എത്തി വിശദീകരണം നൽകുന്നു. അവരൊക്കെ ആരെ എന്നതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തതയില്ലാത്തതുകൊണ്ട് മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. അതീവ ഗൗരവത്തോടെയാണ് ED കേസ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ED ഡയറക്ടർ രാഹുൽ നവീൻ 4 ദിവസം കൊച്ചിയിലെത്തി ക്യാമ്പ് ചെയ്ത് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയത്. ഈ കേസിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മാത്രമല്ല, ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടു എന്നതുകൂടി കണക്കാക്കിയാണ് ഈ കേസിന് ഇത്രയധികം പ്രാധാന്യം അന്വേഷണ സംഘം നൽകുന്നത്. വീണ വിജയന്റെ നല്ല കാലമൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇനി ചോദ്യം ചെയ്യലിൻ്റെയും ജയിൽവാസത്തിൻ്റെയും ഒക്കെ ദിനങ്ങളാണ് സമാഗമമാകുന്നത് എന്ന് സൂചനയാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇതുവരെ ഓശാന പാടാൻ ആയിരങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സംരക്ഷണമുണ്ടായിരുന്നു. ആ ആവേശത്തിലാണ് സഖാക്കൾ ED ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലും ചീമുട്ടയും എറിഞ്ഞത്. എന്നാൽ ഇന്ന് കൊച്ചിയിലെ ED ഓഫീസിന് മുമ്പിൽ വീണ വിജയൻ ഹാജരാകുമ്പോൾ പാർട്ടിക്കാർ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഒരു സംരക്ഷണവും ആരും ഒരുക്കിയില്ല. ഒപ്പമെത്തിയ ഭർത്താവ് പോലും അവിടെ നിൽക്കാതെ അപ്പോൾ തന്നെ മുങ്ങി. നീതിക്കും നിയമത്തിനും വഴങ്ങാതെ ധനസമ്പാദനം നടത്തുന്ന മനുഷ്യരുടെയൊക്കെ ദുരവസ്ഥയുടെ ഉദാഹരണമായി വീണയുടെ ജീവിതം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും.